ഹലോ ഗെയ്സ്, ഞാൻ സുനിൽ പുലുക്കുന്നിൽ. നമ്മുടെ ശബരിമല തന്ത്രിയെ ഇന്നലെ അറസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ മറുനാടൻ മലയാളി എന്ന യൂട്യൂബ് ചാനലിൻ്റെ എഡിറ്റർ സാജൻ സ്കറിയയുടെ ഒരു ഷോക്ക്, അദ്ദേഹത്തിൻ്റെ ആ ഷോക്ക് കണ്ടപ്പോൾ നമുക്ക് എന്താണ് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അദ്ദേഹത്തിന് ഒട്ടും വിശ്വസിക്കാൻ പറ്റുന്നില്ല. തന്ത്രിയെ അറസ്റ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ, തന്ത്രി ഒരു ബ്രാഹ്മണനാണല്ലോ, ഒരു ബ്രാഹ്മണനെ അറസ്റ്റ് ചെയ്യുക എന്നൊക്കെ പോറ്റി ചെയ്തപ്പോൾ അത്ര അദ്ദേഹത്തിന് വിഷമം ഉണ്ടായിരുന്നില്ല. തന്ത്രി എന്നൊക്കെ പറയുമ്പോൾ അയ്യപ്പൻ കഴിഞ്ഞ അവിടുത്തെ ആൾ എന്നുള്ള രീതിയിലൊക്കെ ആണ് ഇദ്ദേഹത്തിൻ്റെ. അദ്ദേഹം ഈ താഴമൺ കുടുംബത്തിൻ്റെ ഐതിഹ്യകഥ തന്നെ സൃഷ്ടിച്ചെടുത്തിട്ടുണ്ട്. ഇത് പരശുരാമൻ കേരളത്തിലെ ക്ഷേത്രങ്ങളൊക്കെ പണിയാൻ വേണ്ടി ഇങ്ങനെ വന്നപ്പം കൊണ്ടുവന്ന ഒരു കുടുംബമാണ്. അപ്പോൾ ഇവർ നടന്നു വന്നപ്പോൾ നദി വഴിമാറി. പണ്ട് ശ്രീകൃഷ്ണൻ്റെ കഥയിലെ ശ്രീകൃഷ്ണനെ കൊണ്ട് വരുമ്പോഴൊക്കെ പറയത്തില്ലേ എന്ന് പറഞ്ഞതുപോലെ താഴ്മൺ കുടുംബക്കാർ വന്നപ്പോൾ നദി താഴ്ന്നു മാറി. അതുകൊണ്ടാണ് താഴമൺ എന്ന കുടുംബപ്പേര് വന്നത് എന്നൊക്കെയാണ് ഇദ്ദേഹം വെച്ച് കത്തിക്കുന്നത്. സത്യത്തിൽ ഇദ്ദേഹം വളരെ സത്യസന്ധമായിട്ടൊക്കെ വാർത്തകൾ ചെയ്യുന്ന ഒരാളെന്നൊക്കെ രീതിയിൽ ഇദ്ദേഹത്തോടൊരു ബഹുമാനം ഉണ്ടായിരുന്നു. ഇന്ന് രാവിലെ ആയപ്പോഴത്തേക്ക് ആ ഉണ്ടായിരുന്ന ബഹുമാനം മൊത്തം പോയി. ഇയാളൊരു പൊട്ടനാണെന്ന് ഇന്ന് രാവിലെയാണ് നമുക്ക് മനസ്സിലായത്. കാരണം മറ്റൊന്നുമല്ല, ഈ ബ്രാഹ്മണ്യത്തിന് അല്ലെങ്കിൽ ബ്രാഹ്മണർക്ക് എന്തെങ്കിലും സംഭവിക്കുക എന്ന് പറഞ്ഞാൽ മറ്റൊരു ജനതയ്ക്കും അത് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. അതാണ് രസം. ഇദ്ദേഹം ഈ ശബരിമലയുടെ പത്തനംതിട്ട റാന്നിക്കാരൻ എന്നൊക്കെയാണെന്ന് പറയുന്നത്. എന്നിട്ട് ഇയാൾക്ക് ഈ ശബരിമലയുടെ ചരിത്രങ്ങളൊന്നും അറിയില്ല. അതോ അദ്ദേഹം അത് പറയാതിരിക്കുന്നതാണോ? അതാണ് ഏറ്റവും അത്ഭുതമായിട്ട് തോന്നുന്നത്. അതൊരു കാനന ക്ഷേത്രമാണല്ലോ. 1990 ഇതിന് ആദ്യമായിട്ട് തീ പിടിക്കുന്നത്. അത് സ്വാഭാവികമായി പിടിച്ചതാണ്. അവിടുത്തെ അശ്രദ്ധ കൊണ്ട് പറ്റിയൊരു തീപിടുത്തം. അന്നേരത്തേക്ക് അത് ബ്രാഹ്മണവൽക്കരിക്കപ്പെട്ട് കഴിഞ്ഞൊരു ക്ഷേത്രമായി. അന്നത്തെ 1900 ആകുമ്പോഴേക്കും അത് ആദിവാസികളിൽ നിന്നും കൈമോശം വന്ന് ഓൾറെഡി അത് ബ്രാഹ്മണ ക്ഷേത്രമായിട്ട് മാറി. ആ സമയത്തുണ്ടായിരുന്ന തീപിടുത്തത്തിൽ അന്ന് ഇളക്കിക്കൊണ്ടു പോകുന്ന വിഗ്രഹമായിരുന്നു. ആ വിഗ്രഹം ഇളക്കി അവിടുത്തെ കർമ്മി അവിടുത്തെ ഭസ്മകുളത്തിൽ ചാടി എന്നാണ് പറയുന്നത്. 2 ദിവസം നിന്ന് കത്തിയിരുന്നു ശബരിമല. പിന്നീട് ഇതൊന്ന് പുനർനിർമ്മിക്കാൻ ഇതിൻ്റെ നടത്തിപ്പുകാർ അന്നത്തെ ഈ കേരളത്തിലെ ഒട്ടുമിക്ക അന്നത്തെ സാമ്പത്തികമുള്ള ഹൈന്ദവരുടെ അടുത്തെല്ലാം പോയി ബന്ധപ്പെട്ടതാണ്. ഒറ്റ ഹിന്ദുക്കളും തിരിഞ്ഞു നോക്കിയില്ല. നമുക്കറിയാമല്ലോ പൊതുവെ ഹിന്ദുക്കൾ എന്ന് വെച്ചാൽ എന്താണെന്ന്. അന്നത്തെ സാമ്പത്തികമുള്ള ഹിന്ദുക്കൾ ആരാണെന്ന് നമുക്കറിയാമല്ലോ. ഇവനൊന്നും അന്ന് തിരിഞ്ഞു നോക്കിയതില്ല ഈ ക്ഷേത്രത്തിൻ്റെ നിർമ്മിതിക്ക് വേണ്ടിയിട്ട്. ഇപ്പോൾ കിടന്ന് ഇവനൊക്കെ വില്ലെ കുത്തി ചാടുന്ന കാണുമ്പോൾ നമുക്ക് പുച്ഛം വരുന്നത് അതുകൊണ്ടാണ്. ഇവനൊന്നും മൈൻഡ് ചെയ്തില്ല. കാരണം അതൊരു കാട്ടിലെ ആദിവാസികളുടെ ക്ഷേത്രമാണെന്ന് ഇവനെല്ലാവർക്കും അറിയാം. അന്ന് ഇത്ര പുരോഗമിക്കുമെന്ന് ഇവരറിഞ്ഞില്ലല്ലോ. അത് അന്ന് നന്നാക്കാൻ വേണ്ടിയിട്ട് അന്ന് മനസ്സ് കാണിച്ചത് ശരിക്കും പോളച്ചിറക്കൽ മാത്തന്തര എന്ന് പറയുന്നൊരു ക്രിസ്ത്യാനിയാണ്. അദ്ദേഹം അത് പുനർനിർമ്മിക്കാവുന്ന ഏറ്റു. കൊല്ലത്ത് പുതുക്കുളങ്ങരയിൽ വെച്ചിട്ടാണ് അതിൻ്റെ പാർട്സുകളൊക്കെ അദ്ദേഹം നിർമ്മിച്ചതൊക്കെ. അതിനുശേഷം ഇതെല്ലാം കൂടെ തലച്ചുമടയിലൊക്കെ ആയിട്ട് വളരെ പാടുപെട്ടാണ് ഇത് ശബരിമല കൊണ്ടുവന്നത്. അങ്ങനെ അതിൻ്റെ പണി പാതിയായപ്പോഴത്തേക്കും ഈ മാത്തന്തരകൻ മരിച്ചുപോയി. പിന്നീട് അദ്ദേഹത്തിൻ്റെ മരുമകൻ, അദ്ദേഹം ഒരു പള്ളിയിലെ അച്ഛനായിരുന്നു, സ്കറിയ കത്തനാർ. അദ്ദേഹമാണ് പിന്നീട് ഈ പണി ഏറ്റെടുത്ത് ഇത് പൂർത്തീകരിച്ചത്. അതിനുശേഷം 1950 ആയപ്പോഴത്തേക്കും കാഞ്ഞിരപ്പള്ളിയിലെ തോട്ടോടമകൾ കത്തിച്ചു എന്ന് പറയുന്നത്. അന്നത്തെ ആ കേശവമേനോൻ റിപ്പോർട്ടിലൊക്കെ അങ്ങനെയാണ് പറയുന്നത്. അവരാണ് കത്തിച്ചതെന്ന് ഇങ്ങനെ റിപ്പോർട്ട് പറയുന്നു. എന്തോ സത്യം ആർക്കറിയാം? പറഞ്ഞ പോലെ അയ്യപ്പനറിയാം. അന്ന് വീണ്ടും ഇതിനെ തീ പിടിച്ചു. അതിന് ശേഷമാണ്
ഈ ഇവിടത്തേക്കൊരു തന്ത്രി വിഗ്രഹം പുനഃസ്ഥാപിച്ചപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ടൊരു തന്ത്രിയെ ഇവർ തിരക്കി. കാരണം ശബരിമലയ്ക്കടുത്ത് ആറന്മുളയിൽ ബ്രാഹ്മണരുണ്ട്, തിരുവല്ലയിൽ ബ്രാഹ്മണരുണ്ട്, ചെങ്ങന്നൂരുണ്ട്. ഇവരാരും ഒന്ന് തയ്യാറായില്ല. കാരണം എന്തുകൊണ്ടാണ്? ഇതൊരു ആദിവാസി ക്ഷേത്രമാണ്. അവിടെ ഈ ബ്രാഹ്മണരുടെ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ. തന്ത്രി സ്ഥാനത്തിൻ്റെ ഒന്നും ആവശ്യം അവർക്കുണ്ടായിരുന്നില്ല. കാരണം അവരൊക്കെ അന്ന് സാമ്പത്തികമായിട്ട് നല്ല ഗതിയുള്ളവരായിരുന്നു. അതുകൊണ്ട് ഇവരുടെ ആവശ്യമില്ലാത്തതുകൊണ്ട് ഇവരാരും അത് ഏറ്റില്ല. അതുകൊണ്ടാണ് ആന്ധ്രയിൽ നിന്നും ഈ താഴമൺ കുടുംബത്തിനെ ദേവസ്വം ബോർഡ് കൊണ്ടുവരുന്നത്. അതല്ലാതെ ഇവർ വന്നപ്പം നദി മാറിക്കൊടുത്ത് ഇവർ താഴ്ന്ന് തറ പറ്റി നടന്നു വന്നതൊന്നുമല്ല. ഈ പൊട്ടൻ സാജിസ്കറി പറയുന്ന പോലെ അന്നതിന് ശേഷമാണ് താഴമൺ കുടുംബം ഇവിടെ വരുന്നത്. ഇവന്മാർ എങ്ങനെയുള്ളവരാന്ന് നമുക്കറിയാമല്ലോ. ഒരുത്തനെ പെണ്ണ് കേസിലാണ് അറസ്റ്റ് ചെയ്തത്. ഇനിയിപ്പോഴും ഈ അറസ്റ്റ് ചെയ്ത തന്ത്രി ഉണ്ടല്ലോ, ഇദ്ദേഹത്തിൻ്റെ അച്ഛൻ ശബരിമല സീസണിൽ മരിക്കുന്നുണ്ട്. സാധാരണ തന്ത്രിമാർ പ്രധാന ദിവസങ്ങളിലെ ആവശ്യമേ ഉള്ളൂ. അല്ല, ബാക്കിയെല്ലാം അവിടുത്തെ പ്രധാന പൂജാരിയും അവരുടെ ആളുകളൊക്കെയാണ് ചെയ്യുന്നത്. തന്ത്രിയുടെ ആവശ്യം എന്തെങ്കിലും എമർജൻസി ഘട്ടങ്ങളിൽ ആവശ്യമുള്ളൂ. ശബരിമല സീസൺ തുടങ്ങി ഈ തന്ത്രി പോകത്തില്ല. ഇദ്ദേഹത്തിൻ്റെ അച്ഛൻ മരിച്ച പോലും ഇദ്ദേഹം പോയില്ല കർമ്മം ചെയ്യാൻ. കാരണം പോയി കഴിഞ്ഞാൽ ആ കൊല്ലം കിട്ടുന്ന കോടിക്കണക്കിന് രൂപ നഷ്ടപ്പെടും. അത്രയ്ക്കും അത്യാഗ്രഹിയായിരുന്നു ഇയാളുടെ കുടുംബവും. മനസ്സിലായില്ലേ? കാരണം അവിടെ ഇരുന്ന് ശബരിമലയിൽ ഇരുന്ന് തന്ത്രി എന്ന് പറഞ്ഞ റൂമൊക്കെ കെട്ടി അവിടെ ഇരുന്നിട്ട് അയ്യപ്പൻ്റെ പ്രതിസ്ഥാനീൻ എന്ന രീതിയിൽ ഇത് ഓരോ കൊല്ലവും വാങ്ങിച്ചു കൂട്ടുന്ന കോടിക്കണക്കിന് രൂപയാണ്. ഇത് പോരാഞ്ഞിട്ടാണ് ഇവനൊക്കെ ആർത്തി മൂത്ത് അത് മൊത്തം ഇളക്കാനുള്ള വേണ്ടി കൂട്ടിയിരുന്നത്. അയ്യപ്പൻ്റെ എല്ലാ സാധനങ്ങളും അടിച്ചു മാറ്റാൻ കൂട്ടിയിരുന്നത്. ഇവരെ ദൈവതുല്യരാണെന്നാണ് പത്മകുമാർ പറഞ്ഞത്. നമുക്ക് ആലോചിക്കണം. അല്ലെങ്കിൽ ഈ ശൂദ്രപ്പടയ്ക്കൊക്കെ ഈ ബ്രാഹ്മണർ ദൈവതുല്യരാണ്. അവർക്ക് അത് അവർ തമ്മിലുള്ള പണ്ട് തൊട്ടുള്ള ബന്ധം നമുക്കറിയാമല്ലോ. ഇവരുടെയൊക്കെ പ്രതിസ്ഥാനീയർ അവർ തന്നെയാണ്. അതുകൊണ്ടാണ് ഈ പത്മകുമാർ ദൈവതുല്യൻ എന്ന് പറഞ്ഞത്. നമുക്കാർക്ക് ഇമാരവരും ദൈവതുല്യരല്ല. ദൈവത്തിന് തുല്യം വേറെ ആരും ഇല്ല എന്ന് വിശ്വസിക്കുന്നതാണ് നമ്മൾ. അപ്പോൾ ഇവർക്ക് ദൈവതുല്യരാണ്. അതുകൊണ്ടാണ് പത്മകുമാർ ഒരു ഭൂലോക കള്ളത്തരം പറഞ്ഞറിയാമോ? അദ്ദേഹത്തിൻ്റെ അമ്മുമ്മ ജാനകിയമ്മ ഹരിവരാസനം എഴുതിയെന്ന്. ആരാ ശരിക്കും ഈ ഹരിവരാസനം എഴുതിയത്? ഈ കമ്പംകുടി കുളത്തോയ്യർ എഴുതി ചിട്ടപ്പെടുത്തിയ ഈ ചാലയിൽ ജയേന്ദ്ര ബുക്ക് 1920 പ്രസിദ്ധീകരിച്ച ഒരു പുസ്തകമുണ്ട്, ശാസ്താസ്തുതി കദംബം എന്ന പുസ്തകത്തിലെ ആണ് ഈ ഹരിവരാസനം. അത് പത്മകുമാർ പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ അമ്മുമ്മ ജാനകിയമ്മ. ആ പൊട്ടത്തരം എല്ലാവരും വിശ്വസിക്കാമെന്ന് വിചാരിച്ച് ഇവന്മാരെല്ലാം ഭൂലോക കള്ളത്തരങ്ങളാണ് പറയുന്നത്. ആർക്കറിയാൻ വയ്യാത്ത ഇവന്മാരെല്ലാം പറയുന്നത് ഭൂലോക കള്ളത്തരങ്ങളാണെന്ന്, പണ്ടുതൊട്ടുള്ള ചരിത്രങ്ങളെ ഇവന്മാരെല്ലാം മറയ്ക്കുകയാണെന്നും, ഇത് ചരിത്രത്തിൻ്റെ മേലിൽ ഇവർ കാണിക്കുന്ന ഈ ആഭാസത്തരങ്ങളാണ് ഇതെന്ന് എല്ലാവർക്കും അറിയാം. ഓരോ കൊല്ലവും ശബരിമലയിൽ നിന്ന് ഇവന്മാരൊക്കെ അടിച്ചു മാറ്റിക്കൊണ്ടു പോകുന്ന കോടിക്കണക്കിന് രൂപയാണെന്ന് ഇവരുടെയൊക്കെ നിലനിൽപ്പെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അപ്പോൾ പിന്നെ ഈ തന്ത്രി അറസ്റ്റ് ചെയ്തപ്പോൾ ഈ മറുനാടൻ മലയാളിയുടെ എഡിറ്റർക്ക് ഇത്ര പിടയ്ക്കാൻ ഒന്ന് ആലോചിച്ച് നോക്ക്. ഒരു ബ്രാഹ്മണനെ എന്ന് വെച്ചാൽ ഉണ്ണികൃഷ്ണൻ അറസ്റ്റ് ചെയ്തപ്പോൾ ഇത് പുള്ളിക്ക് ഇത്ര വിഷമില്ലായിരുന്നു. അത് സാധാ പോറ്റിയില്ല. ഇത് തന്ത്രിസ്ഥാനീയൻ. ഇതാണ് ഇപ്പോഴും നിലനിൽക്കുന്ന ബ്രാഹ്മണ്യത്തിൻ്റെ ഒരു മഹത്വം. ഇവനൊക്കെ എല്ലാ കാലവും ചരിത്രത്തിൽ ആഭാസന്മാരായിരുന്നു എന്നുള്ളത് ചരിത്രം അറിയാവുന്നവർ അല്ലെങ്കിൽ ചരിത്ര പുസ്തകങ്ങളൊക്കെ വായിക്കുന്നവർക്ക് മനസ്സിലാവും. ഇതല്ലാതെ ഇവനൊക്കെ ദൈവതുല്യനായിട്ട് കാണുന്നവനെ വേണം നമ്മൾ എന്ത് ചെയ്യണം? മണൽ വെട്ടി അടിക്കാൻ.